ആദ്യമായിട്ട് ഒരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളത് നിങ്ങളുടെ ഒരു ഡൗട്ടായിരിക്കുമല്ലോ. ആദ്യമായിട്ട് പറയാനുള്ളത്, ഒരു ദമ്പതിമാര്, ഒരു വൈഫും ഹസ്ബൻഡും വരുമ്പോൾ തന്നെ ഒന്നിച്ച് അവർ മാത്രമായിട്ട് ഒരു കൺസൾട്ടേഷന് വരുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. വൈഫ് മാത്രമായിട്ടോ ഹസ്ബൻഡ് മാത്രമായിട്ടോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുടെ വരുന്നതിനേക്കാളുമൊക്കെ അവർ രണ്ടുപേരും ഒന്നിച്ച് ഫസ്റ്റ് കൺസൾട്ടേഷന് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ചെയ്ത ട്രീറ്റ്മെൻറ്റുകൾ, നേരത്തെ ചെയ്ത IVF അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി, ഇങ്ങനത്തെ റിപ്പോർട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരിക. പ്രത്യേകിച്ചും നിങ്ങൾക്ക് വന്ധ്യതയുമായിട്ട് ബന്ധമേ ഇല്ല എന്ന് തോന്നുന്ന ചില അസുഖങ്ങളായിരിക്കാം, അതിൻ്റെ റിപ്പോർട്ട്സ് ആയിരിക്കാം, എന്തെങ്കിലും ചെയ്തൊരു സർജറി ആയിരിക്കാം. എന്നിരുന്നാൽ കൂടി കയ്യിൽ കരുതുക. നിങ്ങൾ വന്ന ഉടനെ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററിയാണ് ചോദിക്കുക. അത് വൈഫിൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള അസുഖങ്ങൾ, ഓപ്പറേഷൻസ്, അലർജീസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, എടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ ലിസ്റ്റ്, ഇതൊക്കെ അറിയേണ്ടതാണ്. പിന്നെ വിവാഹത്തിൻ്റെ ദൈർഘ്യം, ബന്ധപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി, ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ചോദിച്ചറിയും. പേഴ്സണൽ ഹാബിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പുകവലി, മദ്യപാനം, ലഹരിയുടെ ഉപയോഗം, ഇതൊക്കെ ഉണ്ടോ എന്നുള്ളതും നമ്മൾ ചോദിച്ചറിയുന്നതാണ്. പിന്നെ നമ്മൾ ചോദിക്കുന്നൊരു കാര്യം ഫാമിലി ഹിസ്റ്ററിയാണ്. അതായത് കുടുംബത്തിൽ ആർക്കെങ്കിലും ജനിതകമായിട്ടുള്ള അസുഖങ്ങളുണ്ടോ, ഷുഗർ, BP പോലത്തെ അസുഖങ്ങൾ, ഇതൊക്കെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടാവുന്നതും ഇതിൽ ചില അസുഖങ്ങളൊക്കെ നമുക്ക് വന്ധ്യത ഉണ്ടാക്കുന്നതുമായിരിക്കാം. പിന്നെ ചില ഗൈനക് അസുഖങ്ങൾ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്, ഫൈബ്രോയിഡ് പോലത്തെ അസുഖങ്ങൾ, ഇതൊക്കെ നമ്മൾ ചോദിച്ചറിയും. സ്ത്രീകളോട് പ്രത്യേകിച്ച് പീരിയഡ്സിനെ കുറിച്ചും അതിൻ്റെ റെഗുലാരിറ്റി, അതിൻ്റെ ബ്ലീഡിങ്ങിൻ്റെ അളവ്, വേദന, ഇതെല്ലാം നമുക്ക് അറിയുന്നത് യൂട്രസിൻ്റെ ചില അസുഖങ്ങൾക്കുള്ളൊരു ക്ലൂ ആയിരിക്കും. പിന്നെ നമ്മൾ ചോദിക്കുന്നത് ഒബ്സ്റ്റട്രിക് ഹിസ്റ്ററിയാണ്. അതായത് നേരത്തെ ഗർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അബോർഷനായോ അല്ലെങ്കിൽ ട്യൂബിലായിരുന്നോ, അതല്ലെങ്കിൽ പ്രസവമാണോ സിസേറിയനാണോ, അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അങ്ങനത്തെ ഡിസ്ചാർജ് സമ്മറി കാര്യങ്ങൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം എടുക്കുന്നത് ഉചിതമായിരിക്കും. അത് ചിലപ്പോൾ നിങ്ങളുടെ ഇതിപ്പോൾ ഒരു സെക്കൻഡ് മാരേജ് ആയിരിക്കാം, ഫസ്റ്റ് മാരേജിൽ ഉണ്ടായിരുന്ന കുട്ടിയായിരിക്കാം, എന്നാൽ പോലും അത്തരം ഡീറ്റെയിൽസ് കയ്യിൽ കരുതുന്നതാണ് നല്ലത്. പൊതുവേ ഇങ്ങനെയുള്ള ഹിസ്റ്ററി ഒക്കെ എടുത്തു കഴിഞ്ഞ് ആണ് എക്സാമിനേഷനിലേക്ക്, അതായത് പരിശോധന ഉണ്ടായിരിക്കും. പുരുഷനായാലും സ്ത്രീ ആയാലും നമുക്ക് ജനറൽ ആയിട്ടുള്ള വെയിറ്റ്, ഹൈറ്റ്, BP, അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ശാരീരിക പരിശോധന സ്ത്രീക്കും പുരുഷനും ഉണ്ടാകാം. ഈ ഹിസ്റ്ററിയും പരിശോധനയെല്ലാം കഴിഞ്ഞിട്ടാണ് ടെസ്റ്റുകളിലേക്ക് കടക്കുന്നത്. അപ്പോൾ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യമായിട്ട് വരുമ്പോൾ റുട്ടീനായിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും അതിൻ്റെ കൂടെ ഹോർമോൺ ടെസ്റ്റുകളും വരും. അപ്പോൾ ഈ റുട്ടീൻ ടെസ്റ്റുകളൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളത് ചിലർ ചോദിക്കും. ഹോർമോൺസ് ഒക്കെ അറിഞ്ഞാൽ പോരെ, ഒരു ഹീമോഗ്ലോബിനൊക്കെ എന്തിനാണ് അറിയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിയേണ്ടത്, നമ്മൾ പ്രഗ്നൻസിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനാണ് വരുന്നത്. അപ്പോൾ ഈ പ്രഗ്നൻസി ആകാത്തത് എന്ത് എന്ന് മാത്രമല്ല നമുക്ക് അറിയേണ്ടത്, ഈ സ്ത്രീക്ക് ഗർഭിണിയാകാൻ ഫിറ്റ്നസ് ഉണ്ടോ, അതിനും വേണ്ടിയുള്ള ആരോഗ്യമുണ്ടോ എന്നുകൂടി നമുക്ക് അറിയണം. അതിനും കൂടെയൊക്കെയാണ് നമ്മൾ റുട്ടീനായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നത്. പിന്നെ പുരുഷന്മാർക്ക് സെമൻ അനാലിസിസും സ്ത്രീകൾക്ക് അൾട്രാസൗണ്ട് സ്കാനിങ്ങും ഫസ്റ്റ് വിസിറ്റിൽ തന്നെ പറയുന്ന കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ആണ് നമുക്ക് ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡിനെ കുറിച്ചുള്ളൊരു പൂർണ്ണ ചിത്രം ലഭിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇനി അടുത്ത ചികിത്സ എങ്ങനെയാണ്, എന്ത് ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ് നമ്മൾ ഉണ്ടാക്കേണ്ടതെന്നും, എന്ത് മരുന്നുകൾ തുടങ്ങണം, എന്ത് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണമെന്നെല്ലാം നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നത്. പിന്നെ ആദ്യത്തെ വിസിറ്റിൽ പൊതുവേ തുടങ്ങുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് ഫോളിക് ആസിഡ് ആണ്. അല്ലാതെ ഒരുപാട് മരുന്നുകൾ, അൺലെസ് നമുക്ക് ഓൾറെഡി അസുഖങ്ങളെക്കുറിച്ചൊക്കെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഓൾറെഡി അറിയാവുന്ന അസുഖങ്ങളാണെങ്കിൽ മാത്രമാണ് മറ്റു മരുന്നുകൾ തുടങ്ങുക. ഫസ്റ്റ് വിസിറ്റിൽ ഫോളിക് ആസിഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുക. പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന എല്ലാ സ്ത്രീകളും നേരത്തെ തന്നെ ഫോളിക് ആസിഡ് തുടങ്ങണം. അത് വന്ധ്യത ചികിത്സയുടെ ഭാഗമല്ല. കുഞ്ഞിന് ജനിതകമായിട്ടുള്ള വൈകല്യങ്ങൾ വരുന്ന ചില ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് എന്ന് പറയുന്ന ചില വൈകല്യങ്ങൾ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ആണ് ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഫസ്റ്റ് വിസിറ്റിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ഫസ്റ്റ് വിസിറ്റിലെ പ്ലാൻ അനുസരിച്ചാണ് നിങ്ങളുടെ അടുത്ത വിസിറ്റുകളും അടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത്.